فمن عاش يوما باحتراف وحكمة فإني بذكر للحبيب يرى العيشا عليه صلاة الله ثم سلامه به أبدا نلقى الذي يريد الطيشا عليه على الدرة البيضاء أزكى صلاتي صلاة وتسليما تضيء لنا الغطشا عليه صلاة الله في كل طرفة بها يلتقي الأعداء من حضرتي بطشا عليه مع الآل الكرام وصحبه صلاة من المولى ترشوا بها رشا. ഷുഹൂദി എൻ്റെ സാന്നിധ്യം, എൻ്റെ അനുഭവം, എൻ്റെ കാഴ്ച ഐനുദാത്തി. ആ ഐനുദാത്തായ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഐനുദാത്തിലേക്കുള്ള എൻ്റെ നോട്ടം, എപ്പോഴും ഹബീബ നബിയെ കണ്ടുകൊണ്ടിരിക്കുക എന്ന എൻ്റെ സന്തോഷം, ത്വയ്യിബ അതാണ് ഭംഗിപ്പെടുത്തിയിട്ടുള്ളത്. ലീ എനിക്ക് അൽ ഐഷ, ജീവിതത്തെ തന്നെ. എൻ്റെ ജീവിതം സുന്ദരമാക്കിയത് പുണ്യ റസൂലിനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക എന്ന അവസ്ഥയാണ് എന്ന്. അതിനൊരു വ്യാഖ്യാനം ഒരു ക്ലാസ് മുഴുവൻ ഞാൻ പറഞ്ഞിരുന്നു. ഒറ്റ വാക്കുകൊണ്ട് ഞാൻ ഇത് AD 1900 ജനിച്ച് 1975 മരിച്ച ഒരു മനുഷ്യൻ്റെ അനുഭവമാണ്. ഈ അനുഭവമുള്ള ആളുകൾ ഇന്നും ഉണ്ടാവും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുക, സ്ഥിരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്ന ഒരാളെ കേരളത്തിൽ എനിക്കറിയും. റസൂലുള്ളാഹിനെ കാണും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉന്നത വിദ്യാഭ്യാസത്തിന് സാധ്യതയുണ്ടായിട്ടും അതൊക്കെ ഒഴിവാക്കി. പിന്നെ അള്ളാഹുവിൻ്റെ റസൂലുമായുള്ള ആ ഒരു ബന്ധത്തിൽ അങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനത്തെ ഒരാളെ എനിക്കറിയും. അങ്ങനെ ആളുണ്ട്, അങ്ങനത്തെ ഒരാളെ എനിക്കറിയും. അവർക്ക് എന്നെയും അറിയും. ഞാൻ അവരുടെ വീട്ടിൽ പോകാറുണ്ട്. രഹസ്യമായ ഒരു കുടുംബം പ്രത്യേകം അങ്ങനെ പരസ്യപ്പെടുത്തുന്നവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷെ അത് ഞാനിത് തെളിവായി പറഞ്ഞതാണ്. അങ്ങനെയുണ്ട്. ഔറാദ് ചെല്ലാൻ വേണ്ടി ഇരുന്നാൽ ഒരു സുഡാനി കുടുംബം ഒരു 4 കൊല്ലം, ഒരു 5-8 കൊല്ലം മുമ്പ് ഒരിക്കൽ അബുദാബിയിൽ വെച്ച് എന്നോട് പറഞ്ഞു, എൻ്റെ ഭാര്യ ഒരു സാലിയ മനുഷ്യനാണ് ഇദ്ദേഹം, സാലിയ മനുഷ്യൻ. എൻ്റെ ഭാര്യ ഔറാദ് ചെല്ലാൻ വേണ്ടിയിട്ട് പല ദിക്റും ഒക്കെ ഉണ്ടാവുമല്ലോ, പിന്നെ ബാപ്പമാരുന്ന് കിട്ടിയതും ഉസ്താദ്മാരുന്ന് കിട്ടിയതും, അങ്ങനെ ദിക്റ് എല്ലാം വേണ്ടി ഇരുന്നാൽ നേരെ അഭിമുഖമായി മുസ്തഫ നബി വന്നിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെന്നോട് പറയുന്നത് 2000 ഇപ്പോൾ ഈ അടുത്ത 8-10 കൊല്ലത്തിൻ്റെ ഉള്ളിലുള്ളൊരു സംഭവമാണ് ഞാനീ പറയുന്നത്. നേരെ ആ ദിക്റ് ചൊല്ലിത്തീരുന്നവരെ നബി മുന്നിലങ്ങനെ വന്നിരിക്കും, കണ്ടുകൊണ്ടേയിരിക്കും റസൂലുള്ളാഹിനെ, അങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും റസൂലുള്ളാഹിനെ. എന്നെ സ്വപ്നമല്ല പറയുന്നത്, നേരിട്ട് കാണും. അങ്ങനെയുള്ള വേറെയും ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു മനുഷ്യൻ്റെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സഫാഉൽ ഖൽബാണ്, ഹൃദയത്തിൻ്റെ. അങ്ങനെയുണ്ടാവാം. അതെ, അതുണ്ടാവും. അങ്ങനെയുണ്ടാവും. അങ്ങനെ വേറെ ഒരാളെത്തും ഉണ്ടാക്കാം. അതും ആ ആൾ റസൂലുള്ളാഹിനെ കാണാം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം 10 ലക്ഷം 100 ലക്ഷം ആളുകളെയും നബി കാണാം. നബിയെ അവർക്ക് കാണാം. അതവരുടെ ഹൃദയത്തിൻ്റെ വെളുപ്പാണ്. ഒരു മനുഷ്യൻ ഉന്നതമായ ദറജയെ എത്തിക്കൽ അവരുടെ ഹൃദയത്തിൻ്റെ വെളുപ്പുണ്ടാകും. ദിക്റുകൊണ്ടല്ല. ദിക്ർ എല്ലാവരും ഒരേ അളവിൽ ചെല്ലും, പക്ഷേ ഹൃദയത്തിൻ്റെ വെളുപ്പാണ് കാരണം. ഹൃദയത്തിൻ്റെ വെളുപ്പ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിച്ച അവസ്ഥയിലേക്ക് ആ ഹൃദയം ഉയരുക എന്നുള്ളതാണ് എന്നോട് പറയാനുള്ള ഏറ്റവും നല്ല മറുപടി. മറ്റേത് മറുപടി പറഞ്ഞാലും അതൊരു ഇടങ്ങാറാവും. അള്ളാഹു ഒരു ഹൃദയത്തെ ഉദ്ദേശിച്ചത് ആ ഹൃദയത്തിലെത്തുക. അങ്ങനെയാണ് അതിൻ്റെ വ്യാഖ്യാനം പറയാൻ നല്ലത്. അള്ളാഹു ഒരു ഹൃദയത്തിൽ നിന്ന് ഉദ്ദേശിച്ചൊരു കാര്യം ഉണ്ടാവും, ആ അവസ്ഥയിലേക്ക് ആ ഹൃദയം അങ്ങോട്ട് എത്തിച്ചേരുക. പിന്നെ അതവസ്ഥ അതിൻ്റെ അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ താല്പര്യങ്ങൾ ഇല്ലാതെയാവുക. ഒരു താല്പര്യമില്ല.
ഭൗതികം അഭൗതികം എന്നതിന് കണക്കില്ല. അഭൗതികം ഉള്ള ഒരു ഹൃദയം ചത്തുപോകും. ഭൗതികമായ താല്പര്യമാണ് ഹൃദയം ചത്തുപോകും. അഭൗതികമായ താല്പര്യമില്ല, ഒരു അള്ളാഹു അല്ലാത്ത താല്പര്യമില്ല. ആ അവസ്ഥയിലേക്ക് എന്താ ശബ്ദം തീരല്ലാത്ത ബാക്ക് വോയിസും കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഒരു അള്ളാഹുവിൻ റസൂലും അല്ലാത്ത ഒരു താല്പര്യവുമില്ല അവസ്ഥയിലേക്ക് വ്യക്തി ഉയരുക. ഞാൻ പറഞ്ഞില്ലേ, മരിക്കുന്ന നേരത്തെങ്കിലും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നവരാണ് മുഅ്മിനീങ്ങൾ ഭൂരിപക്ഷത്തിൻ്റെ ഭൂരിപക്ഷവും. അത് ജീവിതത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ സഫലീകരണം അവസാനെങ്കിലും വരും. പക്ഷെ ഈ കാഴ്ചയുടെ നൈരന്തര്യവും ചിലർക്ക് വരും. നിരന്തരമായി നബിയൊക്കെ മഹാബഅന്നി റസൂലുള്ളാഹ്, റസൂലുള്ളാഹ് എൻ്റെ കണ്ണിൽ നിന്ന് മറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ എത്ര ആളാ ചരിത്രത്തിലുള്ളത്. കണ്ണിൻ്റെ വലൗ ഗാബ അന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തർഫത ഐനിൻ മഅദത്തു നഫ്സി മിനൽ മുസ്ലിമീൻ. ഒരു കണ്ണിൻ്റെ ഇമ വെട്ടുന്ന നേരം നബിയെ കാണാതിരുന്നാൽ ഞാൻ എന്നെ മുസ്ലിമായി കണക്കാക്കുകയില്ല. അതായത് ഫുൾ ടൈം അവർ ആരെ കാണും? റസൂലുള്ളാഹിനെ കാണും. ഫുൾ ടൈം കാണും. ഫുൾ ടൈം റസൂലുള്ളാഹിനെ കാണും. സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുകൊണ്ടേയിരിക്കും. അതന്നെയല്ലേ റസൂൽ. ഈ റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ റഹ്മത്തുൽ ലിൽ ആലമീൻ ത്വയ്യബ ലിൽ ഐഷ, എൻ്റെ ജീവിതത്തെ ഭംഗിപ്പെടുത്തി. നബിയുടെ ആ സാന്നിധ്യം, നബിയെ ആ കാഴ്ച, എനിക്ക് നബിയെ കാണിക്കപ്പെടുന്നു. അത് എനിക്ക് ത്വയ്യബ ലിൽ ഐഷ, എനിക്കത് ജീവിതത്തെ മനോഹരമാക്കി തന്നു. അപ്പോൾ റഹ്മത്തുൽ ലിൽ ആലമീനാണ് ഹബീബാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഈ റസൂലുള്ളാഹിന്റെ റഹ്മത്തിൻ്റെ റഹ്മത്ത് പറഞ്ഞാൽ? എൻ്റെ സ്വന്തം റഹ്മത്ത് പറഞ്ഞാൽ റസൂൽ, അതാണ് എൻ്റെ റഹ്മത്തിൻ്റെ പരമാവധി. നബി എനിക്ക് കാണിച്ചു തരിക എൻ്റെ റഹ്മത്തിന്. അള്ളാഹു എനിക്ക് അനുവദിക്കുന്നതും നബി എനിക്ക് അനുവദിക്കുന്നതുമായ റഹ്മത്തിൻ്റെ പരമാവധി അതാണ്. ദുന്യാവിൽ സന്തോഷത്തിൽ നബിയെ ഞാൻ കാണുക. ദുന്യാവിൽ പരലോകത്തെ സ്വർഗം എന്ന് പറഞ്ഞാൽ അത് ഓക്കെ. പക്ഷെ ആ സ്വർഗം എന്ന് പറഞ്ഞാൽ അള്ളാഹു പുറത്തു കൊടുക്കുന്ന ആർക്കും കിട്ടൂലേ? അള്ളാഹു പുറത്തു കൊടുക്കുന്ന ഏതൊരാൾക്കും സ്വർഗം കിട്ടൂലേ? എന്താ നിങ്ങളത് ആലോചിക്കാത്തത്? അള്ളാഹു പുറത്തു കൊടുക്കുന്ന ഏതൊരു വ്യക്തിക്കും കിട്ടുന്നതാണ് സ്വർഗം, അല്ലേ? അങ്ങ് പറയും. അവൻ റസൂലുള്ളാഹിനൊക്കെ എന്നെ വിശ്വസിച്ചിട്ടുണ്ട്, അള്ളാഹു റസൂലിനെ വിശ്വസിച്ചിട്ടുണ്ട്. അതിനപ്പുറമുള്ള നന്മയൊന്നും ചെയ്താത്തൊരു മനുഷ്യനും അള്ളാഹു തആലക്ക് പുറത്തു കൊടുക്കാമല്ലോ. അതിൻ്റെ കാരണം പോലും അള്ളാഹു തആലക്ക് ആവശ്യമില്ല. കാരണം അള്ളാഹുവിൻ്റെ ഓൺ പ്രോപ്പർട്ടിയാണ് എന്ത്? സ്വർഗം. ഒന്നും അള്ളാഹുവിൻ്റെതല്ലാതെ ഒന്നുമില്ല. അതിൽ ഏറ്റവും പ്രധാനമായി മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു തആല അനുവദിക്കുന്നതാണ് സ്വർഗം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു ഒരു കാരണം പോലും ഉണ്ടാവില്ല. ഒരു കാരണം പറയേണ്ട ആവശ്യം അള്ളാഹ്ക്ക് അവിടെ ഇല്ല. നമ്മളെ ബോധിപ്പിക്കേണ്ട ആവശ്യം അള്ളാഹ്ക്കുണ്ട്. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലു. അവൻ എന്ത് ചെയ്താലും ചോദ്യമില്ല, അവരെന്ത് ചെയ്താലും ചോദ്യമുണ്ട്. ലാ യുസ്അലു അമ്മാ യഫ്അൽ, ലാ യുസ്അലു അമ്മാ യഫ്അൽ. അവൻ ചെയ്യുന്നതിന് ചോദ്യമില്ല. അപ്പോൾ ഇതൊക്കെ തല കൂട്ടത്തിൽ ചിന്തിക്കും. ഇങ്ങനെ നോക്കി, പരലോകത്ത് സ്വർഗം കിട്ടുക എന്നത് നമ്മളെ സംബന്ധിച്ചും നല്ലവരല്ലാത്തതുകൊണ്ട് നമുക്ക് തോന്നുന്നതാണ് ഏറ്റവും വലിയ കാര്യം സ്വർഗം കിട്ടലാണ്. കാരണം നമ്മൾ നല്ലവരല്ല, നമുക്കറിയാം. നല്ലവരല്ലാത്തവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് സ്വർഗത്തിലാണ്. നല്ലവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പൊരുത്താണ്, മുത്തുനബിൻ്റെ പൊരുത്താണ്. അതിലൊക്കെ പെടും, പക്ഷെ അത് മർമ്മല്ല അവർക്ക്. മനസ്സിലാണ്ട് പറഞ്ഞത്, പഴയ കാലത്ത് ഭാര്യയുടെ വീട്ടിലേക്ക് വിരുന്നിന് പോയാൽ കോഴി നിർത്തിപ്പൊരിച്ച് പിന്നെ എന്ത് ചെയ്യും, നെയ്ച്ചോറിൻ്റെ മേലെ നെയ്ച്ചോറ് ഇങ്ങനെ ആക്കിയിട്ട് നല്ല തളികയിൽ നെയ്ച്ചോറൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ കോഴി നിർത്തിപ്പൊരിച്ച് കൊടുക്കും. ഒന്നാം സൽക്കാരം രണ്ടാം സൽക്കാരമൊക്കെ അങ്ങനെ പറയൊക്കെ മനസ്സിലാണ്ട് പറഞ്ഞത്. അങ്ങനെ എൻ്റെ കുട്ടിക്കാലത്ത്, ഞാൻ കല്യാണം കഴിച്ച കാലത്തല്ലേ, കുട്ടിക്കാലത്ത് അപ്പോഴത്തേനൊക്കെ ഞാൻ കല്യാണം കഴിച്ചപ്പോൾ പിന്നെയും സൊസൈറ്റി മാറിയിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് പിന്നെ ഭാര്യ വീട്ടിൽ പോയാൽ എന്ത് ചെയ്യും, കോഴി നിർത്തി പിടിച്ചു കൊടുക്കും. കോഴി തന്നെയാണ്, അല്ല ഇന്നത്തെ എന്തല്ല പീടിന്ന് വാങ്ങുന്ന കോഴിയല്ല, കോഴി തന്നെ.
നിർത്തിപ്പിടിച്ചു കൊടുക്കും. അത് അതേ സമയത്ത് അത് ഭാര്യ വീട്ടിൽ പോയാൽ കിട്ടുന്ന ഒരു സാധനമാണ്. പക്ഷേ അതിനാണോ ഭാര്യ വീട്ടിൽ പോയത്? എന്താണ് പഠിച്ചോനെ? അതിനു വേണ്ടി ഭാര്യ വീട്ടിൽ പോയാൽ പിന്നെ ഓനെ എന്താ പറയാ? ഭാര്യ വീട്ടിൽ പോയാൽ അത് കിട്ടും എന്ന കാര്യം ഉറപ്പാണ്. പക്ഷെ അത് ഭാര്യ വീട്ടിൽ പോകലിൻ്റെ ഉൽപ്പന്നമാണ്, അല്ലാതെ ഇതിൻ്റെ ഉൽപ്പന്നമല്ല ഭാര്യ വീട്ടിൽ പോകൽ. തിരിഞ്ഞില്ല. ഇത് രണ്ടും ആക്കാം. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഭാര്യ വീട്ടിൽ പോയത്, അങ്ങനെ ആക്കാം. ഭാര്യ വീട്ടിൽ പോയത് അവളെ ഒരു സന്തോഷിപ്പിക്കാനും ഓളം മാനി ബാപ്പാനും കാണാനും ഒരു ദിവസം ഓളെ വീട്ടിൽ കിടന്നുറങ്ങാനും ഓളെ ഒരു റാഹത്തിലാകാനുമാണ് ഓളെ വീട്ടിൽ പോയത്. അതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് എന്ത്? കോഴി നിർത്തി പൊരിച്ച കോഴിനെ കിട്ടുന്നത് എന്നതുപോലെ അള്ളാഹുവിൻ്റെ പൊരുത്തമാണ് നല്ലവൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് എന്ത്? സ്വർഗം കിട്ടുക. നല്ലവനല്ലാത്തവന് ഏറ്റവും വലിയ കാര്യം എന്താണ്? സ്വർഗം കിട്ടലാണ്. നിർത്തി പൊരിച്ച പോയിട്ടില്ല. ഇപ്പം രണ്ടവസ്ഥ ഉണ്ടാവില്ല. ഇപ്പം രണ്ടവസ്ഥ. ഉദാഹരണം ഒരാൾ പറയാം, മനസ്സിലായി? ഇത് രണ്ടാക്കുണ്ട അവസ്ഥ. ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പിന്നെ ഒരാളെ ചിന്തയിൽ എന്താണുള്ളത്? പിന്നെ എന്ത് കിട്ടിയാലും എന്ത് കിട്ടിയില്ലെങ്കിൽ എന്ത്? അവരെന്ന് ഭാര്യൻ്റെ അമ്മാനി ബാപ്പാനെന്ന് കണ്ട് അവിടെ പോയി ഒരു റായത്ത് പറഞ്ഞ് ഓളെ അവിടെ നിന്ന് കൊണ്ടുപോയി ഒരു രാത്രി ഒന്നും കിട്ടിയില്ല. ചിലപ്പോൾ ചില പുതിയാപ്പിള്ളേർ എന്ത് ചെയ്യും? ചില ദരിദ്രമായ വീടുകളിലേക്ക് പിന്നെ മരുമോൻ എന്തെങ്കിലും ഞാമത്തുണ്ടെങ്കിൽ സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോകും. ഓൻ തന്നെയാണ് മന്തി വാങ്ങിയത്, എന്നിട്ട് അവിടെ പോയി ഓൻ തിന്നു. അങ്ങനെയുണ്ട്. അങ്ങനത്തെ ഉള്ള ആളെയും എനിക്കറിയാം. അപ്പം അവൻ്റെ ലക്ഷ്യം എന്തല്ല? മന്തിയല്ല, പിന്നെന്താണ്? അവരെ സന്തോഷിപ്പിക്കലാണ്. വേറൊരാളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പോലിപ്പോൾ സന്തോഷിച്ചിട്ട് നമുക്കെന്താ കാര്യം? അങ്ങനെയും പറയാലോ. അതിപ്പോൾ വലിയൊരു വിഷയമാണ്. ഇപ്പം ഓരങ്ങനെ സന്തോഷിപ്പിക്കലിപ്പം നമുക്കെന്താ കാര്യം? അങ്ങനെ പറയുന്നവരുണ്ടാവും. ഇനിയിപ്പോൾ അള്ളാഹിനെ സ്വർഗം കിട്ടിയില്ലെങ്കിൽ അതല്ലേ വലിയ കാര്യം. ഇനിയിപ്പോൾ അള്ള പൊരുത്തപ്പെട്ടില്ല അങ്ങനെ എന്തിക്കുള്ളവരുണ്ടാവും. നമുക്കിപ്പോൾ അള്ള പൊരുത്തപ്പെട്ടോണ്ട് പ്രത്യേകിച്ച് എന്താ കാര്യം? നമുക്ക് സ്വർഗം തരികയാണെങ്കിൽ വലിയ കാര്യം തന്നെ. അങ്ങനെ എന്തിക്കുന്നവരുണ്ടാവും. രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട്, ഒരു നരകണയും വേണ്ട, അള്ള പൊരുത്തപ്പെട്ടാൽ മതി. ഇതിനെ പൊരുത്തപ്പെട്ട് നരകത്തിലിട്ടാൽ മതി. എനിക്ക് മനസ്സിലായില്ലേ? പിന്നെ ആ നരകത്തിന് തൊടാൻ കഴിയില്ല. പക്ഷെ അത് നമ്മളെ ചിന്തയിലാണ്. അവർക്ക് നരകവും തീയും പ്രശ്നമല്ല. ആരെ പൊരുത്താണ് പ്രശ്നം? അല്ല പൊരുത്തം അക്ബർ, അള്ളാന്റെ പൊരുത്താണ് ഏറ്റവും വലുത്. അപ്പൊ ഈ ലോകത്തെ ഏറ്റവും വലിയ മാറ്റം എന്താണ്? അള്ളാന്റെ ഹബീബിനെ കാണലാണ്. അത് പിന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. അതാണ് ജീവിതത്തിൻ്റെ സായുജ്യം. അതാണ് റഹ്മത്തുൽ ആലമീൻ്റെ വ്യക്തിപരം. റസൂലുള്ളാഹിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളീ കാണുന്ന ഇതെല്ലാം റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാം റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഒന്നും ഈ പ്രപഞ്ചത്തിൽ കാണുന്നില്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ആലമീൻ. അത് നിൻ്റേത്. ഇനി അതൊക്കെ പൊതുവായിട്ടാണ്, എല്ലാം പൊതുവായിട്ടാണ്. ഇപ്പം നിൻ്റെ വാർഡിൽ നിന്ന് ജയിച്ച ഒരു മെമ്പർ, ആ മെമ്പർ ആ വീട്ടിൽ അംഗനവാടി കൊണ്ടുവന്നു, ആ വാർഡ് അല്ലെ പിന്നെ പാലം കൊണ്ടുവന്നു, ഇങ്ങനെ പലതും കൊണ്ടുവന്നാലും അതൊരു പൊതുവായ കാര്യമാണ്. അതേ സമയത്ത് എൻ്റെ മകൾക്കൊരു MBBS സീറ്റ് വേണ്ടിയിരുന്നു. ആ MBBS സീറ്റ് ഞാൻ ഇത് മെമ്പറോട് പറഞ്ഞപ്പോൾ മെമ്പർക്ക് എന്തുണ്ട്, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായി ബന്ധമുള്ള ആളാണ് മെമ്പർ എന്ത് ചെയ്തു? ഇതാരോടും പറയണ്ട, ഞാൻ മൂപ്പർക്കൊന്ന് ഫോൺ ചെയ്ത് പറയാം, ഞാൻ മൂപ്പര് അവിടേക്ക് പറഞ്ഞോളും, നമുക്ക് സീറ്റ് കിട്ടും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ പോയി കണ്ടു. സെക്രട്ടറിനെ നേരിട്ട് വിളിച്ചു പറഞ്ഞു കൊടുക്കണം, നമ്മുടെ സ്വന്തം ആളാണ്. ചെന്നപ്പോൾ സീറ്റ് കിട്ടി. ഇത് മെമ്പർ ചെയ്ത ഉപകാരം. ഇതേത് ഉപകാരം? വ്യക്തിപരമായ ഉപകാരം. മറ്റത് പൊതുവാ. ഇത് നിനക്ക് മറക്കാൻ കഴിയില്ല. ആണോ? അല്ലേ? ഏതൊരാൾക്കും വ്യക്തിപരമായ അനുഗ്രഹമാണ് വലിയ അനുഗ്രഹം. ഈ അനുഗ്രഹം നമുക്കെപ്പോഴും കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ പൊതുവായ അനുഗ്രഹത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുകയാണ്, തിരിഞ്ഞിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ സ്വന്തം അനുഗ്രഹമായി മാറും. അവിടെ ആ പോയിന്റിൽ വാർഡ് മെമ്പർ നിൻ്റെ വ്യക്തിപരമായ നേട്ടമായി.
അവൻ്റെ പേര് പറയുമ്പോഴത്തേന് എൻ്റെ അമ്മ കരിഞ്ഞു, ഇജും ചിലപ്പോൾ കരിയും. അവനൊരു മോട്ടോർ സൈക്കിൾ കുത്തിയതാണ്, എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതേ സമയത്ത് ആ നാട്ടിൽ എത്ര ആളുണ്ട്, അവർക്ക് അംഗനവാടി കൊണ്ടുവന്നതാണ്. അത് പൊതുവായൊരു കാര്യമാണ്. വാർഡിൻ്റെ ഓരോ ഏരിയയിലേക്കും കോൺക്രീറ്റ് റോഡ് ഉണ്ടാക്കി, ഏറ്റവും ചുരുങ്ങിയ കോൺക്രീറ്റ് റോഡെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട് 5 കൊല്ലം കൊണ്ട്. ആയിക്കോട്ടെ, അത് പൊതുവായ കാര്യമാണ്, നല്ല കാര്യം തന്നെയാണ്. പക്ഷെ പൊതുവായ കാര്യമാണ്. അതിൻ്റെ ഒക്കെ പുറമേ നിനക്ക് മറക്കാൻ കഴിയാത്ത ഈ കാര്യം മനസ്സിലാണ്ട് പറഞ്ഞത്. മകളെ കെട്ടിക്കണ സമയത്ത് നിൻ്റെ കയ്യിൽ പണ്ടം കൊടുക്കാൻ പൈസ ഇല്ല. ഒരു 10 പവൻ പണ്ടയിൽ കൊടുക്കണം. അതിന് 10 ലക്ഷം റുപ്യാണ്. വാർഡ് മെമ്പറോട് പറഞ്ഞു. മെമ്പർ പറഞ്ഞു, എനിക്ക് എത്ര സമയം കൊണ്ട് കൊടുക്കാൻ കഴിയും? എനിക്കൊരു കൊല്ലെങ്കിലും വേണം. ആയിക്കോട്ടെ, ചോദിച്ചാറാണ്ട്. എൻ്റെ പരിചയക്കാരൻ ഒരാൾ ജ്വല്ലറുണ്ട്, ഞാൻ പറഞ്ഞോളാം. ഓന അവരോട് സംസാരിച്ചു. ജ്വല്ലറിക്കാർക്ക് കടം കൊടുക്കാനൊന്നും കഴിയില്ല, കാരണം അങ്ങനത്തെ ഒരു സമയമാണ് പൊതുവെ. അതേ സമയത്ത് ഇപ്പം സംസാരിച്ചു, ഈ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ പൈസ വേറെ ആർന്ന് വാങ്ങിത്തരാം, നല്ല ഓനെ രക്ഷപ്പെടുത്തുക. അപ്പം കല്യാണത്തിൻ്റെ ഓൻ പറഞ്ഞു അത് ഓക്കെയാണ്. എനിക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോയിട്ട് ഏതാണ് അളവ് കുട്ടീനെ കൊണ്ടുപോയത്, ഏതാ പണ്ടും അളവൊക്കെ ക്ലിയറാക്കി പോന്നാളി. കല്യാണത്തിന് 4 ദിവസം മുമ്പ് പണ്ട് ഇവിടെ എത്തി. 10 പൈസ കൊടുത്തിട്ടില്ല. ഇത് ഈ വാർഡ് മെമ്പർ നിനക്ക് ചെയ്ത വ്യക്തിപരമായ കാര്യമാണ്. അത് നിനക്ക് മറക്കാൻ കഴിയില്ല. അത് അങ്ങനത്തെ ഒരു ഉപകാരം ആ വാർഡിൽ എല്ലാവർക്കും ഇയാൾ ചെയ്തു കൊടുക്കില്ല, തിരിഞ്ഞില്ല. ആ വാർഡിലെ എല്ലാവരും മക്കൾ പെൺകുട്ടികളെ കെട്ടിക്കുമ്പോൾ ഇയാൾ 10 കടമ്പത്തിന് നിൽക്കുമോ? ഇല്ല. എല്ലാവർക്കും MBBS സീറ്റ് വാങ്ങി കൊടുക്കുമോ? ഇല്ല. അതിന് കാരണം ഉണ്ടെന്ന് നീയും ആ മെമ്പറും തമ്മിലുള്ള വ്യക്തിപരമായ അഭേദ്യമായ ബന്ധമാണ്. അയാൾക്ക് ഒരിക്കലും നിന്നെ ഒഴിവാക്കാൻ കഴിയില്ല, നിനക്കൊരിക്കലും അയാളെ ഒഴിവാക്കാൻ കഴിയില്ല. അതാണ് വ്യക്തിപരമായി. നമ്മളും നബിയും തമ്മിൽ വ്യക്തിപരമായ ബന്ധം ഇപ്പോഴും ഇല്ല. അപ്പം മനസ്സിലായില്ല, അംഗനവാടി ബന്ധം ഇപ്പോഴുള്ളത്. റോഡ് തോട് അംഗനവാടി, ഇതാണ് നബിയും നമ്മൾ തമ്മിലുള്ള ബന്ധം. അതായത് വാർഡ് മെമ്പർ റോഡ് ഉണ്ടാക്കി തോടിന് സൈഡ് കെട്ടി, അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു, ആ കുളത്തിൻ്റെ സൈഡ് കെട്ടി കുട്ടികൾക്കൊക്കെ കുളിക്കാൻ പറ്റിയ കുളത്തിലാക്കി. ഇങ്ങനെ റോഡിന് ചില ഏരിയയിലെ മുക്കുമൂല റോഡുകളിലൊക്കെ കോൺക്രീറ്റ് ഇട്ടു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വാർഡ് മെമ്പർ ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു ബന്ധം ഒരു പൊതുവായ ബന്ധമാണ്. അപ്പോൾ എല്ലാവരും പറയുമ്പോൾ ഇജും പറയും എന്ത് നല്ലതാണ് അയാളെ പറ്റിയൊരു മദ്ഹ് ഇജു പറയും. എല്ലാവരും എല്ലാം സ്വലാത്ത് ഇജും ചെല്ലും. മനസ്സിലായോ പറഞ്ഞത്? അജും ദിക്ർ മുട്ടിമൊക്കെ ഇങ്ങനെ നോക്കും. എത്ര 923. പിന്നെ ഉറങ്ങാൻ നേരമല്ല പഠിച്ചോനെ. അപ്പം ഇനി ബാക്കി 923 ആയിട്ടുള്ള പഠിച്ചു. ഇനിയിപ്പോൾ 77 സ്ഥലത്ത് മണി കഴിയാനല്ലോ പറഞ്ഞു. ജടങ്ങാറായിട്ട് 77 തീർത്തവിലാണ് കിടക്കുന്നത്. രാവിലെ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പം എനിക്ക് ഭാരമായി, തിരിഞ്ഞില്ല. എൻ്റെ 1000 സ്വലാത്ത് എനിക്ക് ചില ദിവസം എന്തായി ഭാരമായി. മറ്റൊന്നും ദിക്ർ മുട്ടി തന്നെയല്ല, ഓൻ്റെ ദായിമ. എന്തുകൊണ്ട് അങ്ങനത്തെ ബന്ധ? ഇത് വ്യക്തിപരമായ ബന്ധ. നമ്മളും നബിയും തമ്മിൽ പൊതുബന്ധ. നമുക്ക് നിസ്കാരം എത്തിച്ചെന്നു, നമുക്ക് ഖുർആൻ എത്തിച്ചെന്നു, നമ്മളെ കാര്യങ്ങൾ ലെവലാക്കി. മുഞ്ചിൽ ഖലായിക്ക് മിഞ്ചാന്നമ്മ ഫിയോതി. നാളെ നമുക്ക് സ്വർഗത്തിൽ നിന്ന് നരകത്തിൽ നിന്നൊക്കെ എന്താക്കി. ഇതൊക്കെ പൊതുവായ കാര്യം. അത് റോഡ് തോട് പാലം. അല്ല, അതൊന്നും നമ്മൾ പിന്നെ അറിയില്ല, അതൊന്നും അറിയൂല, അതൊന്നും നമുക്കറിയില്ല. ഈ മെമ്പർക്കൊരു വിഷയം ഉണ്ടെങ്കിൽ ഇജ്ജ് ഓടുകയാണ് ചെയ്യുക. എൻ്റെ മകളെ കെട്ടിക്കാനാണെങ്കിലും കുട്ടി ആശുപത്രിയിലാണെങ്കിലും പിന്നെ എൻ്റെ ഭാര്യ എന്ത് പറയും? മൂപ്പർക്ക് പിന്നെ മെമ്പറെ വർത്താനം പറഞ്ഞാൽ പാഞ്ഞ്. അത്രയും വലിയ ബന്ധമാണ് ഇവർ തമ്മിൽ. നമ്മളും വാർഡ് മെമ്പർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല. അത് നമുക്ക് അവനോട് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മളോട് പെണ്ണുങ്ങൾ നമ്മളോട് പറഞ്ഞു എന്ത് ജ്വല്ലറിക്കൊന്ന് ഓനോടൊന്ന് പറഞ്ഞു നോക്കി. ഓനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, സത്യം ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല. ആളുകൾക്ക് ജ്വല്ലറിന്ന് പണ്ടിട്ട് കൊടുക്കുന്ന ആളല്ല. ഇത് വ്യക്തിപരമായ ബന്ധമാണ്. ഹബീബായ നബിയും നമ്മൾ തമ്മിൽ എന്താ വ്യക്തിപരമായ ബന്ധം? നരകത്തിന് രക്ഷപ്പെടുത്തി കൊടുക്കുന്ന പുതുകാര്യല്ലേ? ഷഫാഅത്തിയൽ പുതുകാര്യല്ലേ? അത് റോഡ് തോട് പാലം അംഗനവാടി, അതാണ്. അത്രേ ഉള്ളൂ.
ഒരു തരം വഹാബി ബന്ധം പോലത്തെ ഒരു ബന്ധം. നിസ്കാരം, നബി ഖുർആൻ തന്നു, നമ്മൾ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബുൽ ലാ റൈബ ഒക്കെ നമുക്ക് നബി ഉണ്ടായതുകൊണ്ട് കിട്ടിയല്ലേ, അത് പൊതുവായ. അപ്പം നമുക്കൊരു എന്താണ്, അങ്ങനെ വാർഡ് മെമ്പർ മരിച്ചാൽ നമുക്ക് എന്താ പറയുക, നമ്മൾ അനുശോചനത്തിൽ കരച്ചൊന്നും വരില്ല. ഇനി വല്ല ഗ്ലിസറിനും കണ്ണിലാക്കേണ്ടി വരും കരയണമെങ്കിൽ. നികത്താനാവാത്ത വിടവ്. എല്ലാവരും പറഞ്ഞ പോലെ ഞാൻ എല്ലാവരും തേങ്ങ കൊടുക്കുമ്പോൾ ഞാൻ ചിരട്ട കൊടുക്കുന്നു അങ്ങനെ പറയും. അങ്ങനത്തെ പ്രസംഗങ്ങളില്ലേ അല്ലെന്ന്. അതേ സമയത്ത് എനിക്ക് വർത്താനം പറയാൻ കഴിയില്ല. എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു, എന്നെ വലിച്ചിട്ട് സ്റ്റേജിൽ കൊണ്ടുപോയി. സംസാരിക്കാൻ കഴിയില്ല, 10 മിനിറ്റ് മിണ്ടാൻ കഴിഞ്ഞില്ല. അവസാനം എല്ലാവരും കരഞ്ഞു, ഒന്നിച്ച് പറഞ്ഞില്ല. എന്നെ അവസാനം സ്റ്റേജിൽ കൊണ്ടിരുത്തി, കസേര കൊണ്ടിരുത്തി. എന്തുകൊണ്ട്? അവർക്ക് മനസ്സിലായി ഓന് പറയാൻ കഴിയില്ല. ഇവിടെ മതമൊന്നും പറഞ്ഞിട്ടില്ല, മനസ്സിലായില്ല. മറ്റൊരു മതം പറഞ്ഞു, അവർ നികത്താനാവാത്ത വിടവുന്നാണ്. അത് മതമല്ല, അതൊക്കെ അലക്കി തേച്ച് വാക്കുകളാണ്. മീറ്റിംഗ് അതിനുള്ളത് ഒരു മെസ്സേജില്ലേ, എന്താ പറയാ, മനസ്സിലായില്ല. നമ്മൾ ചില ആളുകൾക്കൊരു ഫോൺ ചെയ്താൽ എന്തെങ്കിലും ഐ കോൾ യു ബാക്ക് അങ്ങനെയൊക്കെ ചില ഞാൻ ആദ്യ കാലത്തൊക്കെ ആലോചിച്ചിരുന്നു, ഇത്ര പെട്ടെന്ന് എങ്ങനെ വന്ന് അതിനൊരു ബട്ടണുണ്ട്, ആ ബട്ടൺ ഐ കോൾ യു ബാക്ക്. അപ്പം പിന്നെ എനക്ക് വിളിക്കാം, ഐ എം ഇൻ എ മീറ്റിംഗ്, ഞാൻ മീറ്റിങ്ങിലാണ്. അങ്ങനത്തെ അലക്കി തേച്ച വാക്കുകളാണ് എന്ത് നികത്താനാവാത്ത വിടവ്. അപ്പം മദ്ഹ് പറഞ്ഞോൽക്ക് ആത്മാർത്ഥമില്ല, അങ്ങനെ വരും. മറ്റവർക്ക് മദ്ഹ് പറയാൻ കഴിയണില്ല. അത് വ്യക്തിപരമല്ല, അത് വ്യക്തിപരമായ ബന്ധം. എല്ലാവരും പള്ളിയൊക്കെ വരുമ്പോൾ ഒരുത്തം പള്ളിയിൽ നിന്ന് ഇറങ്ങി പായുക, അങ്ങനെ ഉണ്ടായിക്കൂടെ? പള്ളി നിൽക്കാൻ കഴിയുന്നില്ല, ശൈത്താൻ കൂടിയതല്ല. എടാ, മദീനത്ത് ത്വയ്യിബയിൽ നിന്ന് ഇറങ്ങിപ്പാഞ്ഞില്ലേ ഒരു മനുഷ്യൻ, സയ്യിദുനാ ബിലാൽ ഇറങ്ങിപ്പാഞ്ഞില്ലേ? ഇതിനപ്പുറത്തല്ല പറഞ്ഞ്, മദീനത്ത് ത്വയ്യിബയിൽ നിന്ന് ഒരാൾ ഇറങ്ങി ഓടിയില്ലേ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും നബി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയ്ക്ക് വിളിക്കല്ലേ ചെയ്തത്? ഒരാൾ മദീനത്ത് ത്വയ്യിബയിൽ നിന്ന് ഇറങ്ങിപ്പാഞ്ഞില്ലേ? എന്താ കാരണം? വ്യക്തിപരമായിട്ടും ഭയങ്കരമാണത്, സഹിക്കാൻ കഴിയുന്നില്ല. അതിനേക്കാൾ സിദ്ദീഖിനില്ലേ? സിദ്ദീഖിന് അതിനേക്കാൾ വലിയ കമാലിയത്തുണ്ട്. ബിലാലിന് ആ കമാലിയത്തിൽ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ബിലാലിൻ്റെ വേറെ, സിദ്ദീഖിന് വേറെ ആയിരിക്കും. രണ്ട് സൈസാണ് പ്രേമം, രണ്ടും പ്രേമം തന്നെയാണ്. രണ്ടും ഏതും ഒതുക്കി പിടിക്കാൻ കഴിയുന്നത് മനുഷ്യന്മാരുണ്ട്, ചിലത് സഹിക്കാൻ കഴിയാത്ത മനുഷ്യന്മാരുണ്ട്. എത്രയാണെങ്കിലും എന്തൊക്കെ ആണെങ്കിലും സഹിക്കാൻ കഴിയുന്നവരുണ്ട്, സഹിക്കാൻ കഴിയാത്തവരുണ്ട്. അങ്ങനെയുണ്ട്. പറഞ്ഞു മനസ്സിലായി തന്നെ. ബിലാലിൽപ്പെട്ടതാണ് സുൽത്താനൊക്കെ കഴിക്കാൻ. അതിൻ്റെ വ്യക്തിപരമായിട്ടും ഓരോരുത്തർക്കും ഉണ്ടാവും. ഓരോരുത്തർ കണ്ണോട്ടം പുറത്തില്ല. ഒരു സ്വഹാബി കണ്ണോട്ടാൻ വേണ്ടി ദുആ ചെയ്തു, കണ്ണുപൊട്ടിയ ഒരു സ്വഹാബിയുടെ വ്യക്തിപരമായിട്ടും എല്ലാവർക്കും ഉണ്ടാവും. ഓരോരുത്തർക്കും വേറെ വേറെ തരത്തിലാണ്. അവർക്കൊക്കെ റസൂലുള്ളാഹി വ്യക്തിപരം എന്തുണ്ട്? നമുക്ക് പൊതുബന്ധമാണുള്ളത്. പൊതുവായ ബന്ധമാണ് ഇന്ന് നമ്മൾ വലിയ കാര്യമായി പറയുന്നത്. നമുക്ക് വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിൽ നമ്മൾ നബിയെ കാണും. ലോകത്തെന്നും എവിടെയും കാണാൻ പറ്റിയ ആളാണ് നബി. മുഖദ്ദസത്തായ എല്ലാ സ്ഥലങ്ങളിലും, ഏത് പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലങ്ങളുണ്ടോ, കക്കൂസല്ലാത്തടത്തൊക്കെ, കക്കൂസല്ലാത്തടങ്ങളിലെല്ലാം എപ്പോഴും കാണാവുന്ന ആളാണ് ആര്? അറബ് റിവോൾട്ട് നടക്കുന്ന സമയത്ത് എന്താ പറയുക, ഒരു തുർക്കിയുടെ ഗവർണർ മദീനയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുക. അവർ രാത്രി പട്ടാളക്കാരെ കാണാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് നടക്കുകയാണ് ഈ ഗവർണർ. വളരെ ദരിദ്രമായ അവസ്ഥയാണെന്ന് തുർക്കിക്ക്. അദ്ദേഹം അങ്ങനെ പോകുമ്പോൾ മുന്നിലൊരാൾ, പിന്നെ അടുത്ത് ചെന്നു. അപ്പോൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം അദ്ദേഹം പട്ടാളക്കാരോടൊന്ന് കരയുക. ഈ മദീന ഗവർണർ
നേരിട്ട് റസൂലുള്ളാഹിനെ കണ്ട സംഭവം അദ്ദേഹം ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരിട്ട് രാത്രി റസൂലുള്ളാഹിനെ കണ്ടു. എന്തുകൊണ്ട്? അവർക്ക് ഒന്ന് ദാരിദ്ര്യം, 2 പട്ടാളക്കാർ കുറവ്. അറബ് റിവോൾട്ടിന് എല്ലാ സഹായം എന്ത് ചെയ്യും? സഖ്യകക്ഷികൾ ചെയ്യും. മനസ്സിലായില്ല? 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ ആ ഒരു സീസണാണ് ഈ സമയം. അത് കഴിഞ്ഞു. അതും മുതൽ തുടങ്ങിയതാണത്. അറബ് റിവോൾട്ടിന് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ട ഒരു സന്ദർഭമാണത്. മദീനയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കിടങ്ങുക. എന്നിട്ട് ആ സന്ദർഭത്തിൽ എന്ത് ചെയ്തെന്നറിയോ? പട്ടാളക്കാരെ സഹായിക്കാൻ വേണ്ടി ഗവർണർ തന്നെ നടന്നു പോകുക രാത്രി. അപ്പോൾ ഈ രാത്രി നേരിട്ട് ആരെ കാണാണ്? റസൂലുള്ളാഹിനെ കണ്ടു. ആർക്കും എവിടെയും എപ്പോഴും കാണാവുന്ന ഒരാൾ റസൂലുള്ളാഹി. പക്ഷെ നബിയും അയാളും തമ്മിൽ എന്തുണ്ടാവണം? വ്യക്തിപരമായിട്ടുണ്ടാവും, ഉണ്ടാവണം. അതാണ് അതിൽ 10 പറയാനുള്ളത്. ഷുഹൂദിലെ അയനിതാത്തി. അപ്പം ഈ കവിക്ക് അത്രയും വലിയ ബന്ധം ഹബീബ നബിയോട്. നമ്മൾ പൊതുബന്ധമല്ല. അപ്പോൾ അവർക്ക് ജീവിതം മനോഹരമായിരിക്കും. മനസ്സിലാണ്ടോ തന്നെ? ഞാൻ ഇനി ഒരു ഉദാഹരണം പറയാം. ഒരു ആളൊരു പെണ്ണിനെ പ്രേമിച്ചു എന്ന് സങ്കല്പിക്കും. അങ്ങനെ ഒരു കോളേജ് പഠിക്കുന്ന കാലം പ്രേമിക്കാണ്. അപ്പം പിന്നെ അതിരാവിലെ നേരം കൊടുത്താലും ഓനെ കോളേജിൽ പോകണമെന്നായിരിക്കും ചിന്ത. ഓൾക്കും കോളേജിൽ പോകണമെന്നായിരിക്കും ചിന്ത. ലീവ് ഓൽക്ക് ഇഷ്ടമുണ്ടാവില്ല. എന്തുകൊണ്ട്? എന്താ കാരണം? അത്രയും വലിയ സ്നേഹമാണ്. അപ്പം അവരെ ജീവിതത്തെ ചേതോഹരമാക്കിയത് എന്താണ്? ആ പ്രേമാണ്. അതെ, പറഞ്ഞ മനസ്സിലായില്ല. ആ 2 ദിവസം ലീവ് കിട്ടുകയാണെങ്കിൽ വേറുള്ളവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇവർക്കോ ഭയങ്കര പ്രയാസം. 2 ദിവസം ശനി ഞായർ സഹിക്കാൻ കഴിയില്ല. അവിടെ നോക്ക്, ഇങ്ങോട്ട് നോക്ക്. അതായത് അവളെ പൊരയാണ് എവിടെയെന്ന് ഓനറിയില്ല, ഓൻ്റെ പേര് എവിടെയെന്ന് ഓക്കും അറിയില്ല. പക്ഷെ അവർ തമ്മിൽ പ്രേമാണ്. അതുകൊണ്ട് ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്ന എവിടെ വെച്ചാണ്? കോളേജിൽ വെച്ചാണ്. കോളേജ് ലീവാണെങ്കിൽ സഹിക്കാൻ കഴിയില്ല. അപ്പൊ തൊയ്യബലിയല്ല ആയിഷ, നബി എൻ്റെ കൂടെയുണ്ട്, എപ്പോഴും നബിയെ ഞാൻ കാണുന്നുണ്ട്, അപ്പോൾ എനിക്ക് ജീവിതം ചേതോഹരമായി. അതാണത്, അത് പ്രേമാണ്. പിന്നെ തമ്മിൽ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ഓനെ കാണാൻ അവർക്ക് തോന്നൂല്ല. അപ്പൊ പ്രേമം പോയി, തിരിഞ്ഞിട്ടില്ല. പിന്നെ ഓൻ വേറെ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ പോയി കുതിരിക്കാണ്, ഓള് വേറെ ആർക്കെങ്കിലും ഫോൺ ചെയ്യാം. അപ്പോഴത്തേന് എന്ത് അവസാനിച്ചു? പ്രേമം അവസാനിച്ചു. പ്രേമം ഭയങ്കര പിരാന്താവും. ലൈലയെ പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പുറത്ത് വേറെ വരി, അവളുടെ വീട്ടിൻ്റെ വളപ്പിന് കിട്ടിയ മതിൽമ ചുംബിച്ച് നടന്നു. ഈ എന്താ പറയുക, മതിലിൻ്റെ അവിടെയും ഇവിടെയുമുള്ള കല്ലുകളെ ചുംബിച്ചുകൊണ്ട് ഞാൻ നടന്നു. ആ മതിലുകളോടിൻ്റെ കല്ലുകളോടുള്ള കാര്യമല്ല എന്നെ അതിന് പ്രേരിപ്പിച്ചത്. ആ മതിലിനുള്ളിലുള്ള വീട്ടിലൊരാൾ പാർക്കുന്നുണ്ട്, അയാളുള്ള ഇഷ്ടമാണ്. അപ്പോൾ മതിൽ കണ്ടാൽ പോലും സന്തോഷം. ലൈലനെ കണ്ടില്ല. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഇതാണ് വിഷയം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിലുള്ള വൈയക്തികമായ ബന്ധം ഉണ്ടാകുമ്പോൾ ഒരു ഇമാമ് സ്വാലിഹായ മനുഷ്യൻ, ഒരു മഹാൻ്റെ ചരിത്രം ഞാൻ വായിച്ചപ്പോൾ കണ്ടതാണ്. എന്ത് ചെയ്തു? പിന്നെ ഒരു സ്വാലിഹായ മഹാൻ പിന്നെ അത്തഹിയാത്തിലിരുന്നിട്ട് നീട്ടി. ശിഷ്യന്മാർ മുരീദന്മാർ ബാക്കിലുണ്ട്. നീട്ടിന്ന് പറഞ്ഞാൽ പരിധിയിട്ടില്ലാതെ വീട്ടി. ശിഷ്യന്മാരും എന്താ ഉറങ്ങിയോ? മനസ്സിലായില്ല. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണോ, സുബ്ഹാനല്ലാഹ് എന്ന് പറയണോ, ഒന്ന് ഉണർത്താം, എന്താ ചെയ്യേണ്ടത്? ഇവർക്കും ബന്ധപ്പെട്ട്. കാരണം അത്രയും വലിയ മഹാനാണ് മുന്നിലിരിക്കുന്നത്, വെറുതെ നീട്ടൂല. അവൻ നിസ്കാരം കഴിഞ്ഞപ്പോൾ അവർ വന്ന് സംസാരിച്ചു. തശഹുദിനെ കുറിച്ച് നീട്ടിയാലോ എന്തെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു,
മാ മറർതു ബിസ്സലാമി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ റദ്ദ അലൈഹി സലാമഹു. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് ഞാൻ പറയുമ്പോഴെല്ലാം വ അലൈക്കസ്സലാം എന്ന് റസൂൽ പറയാത്ത ഒരു സന്ദർഭവും ഉണ്ടായിട്ട് ഇല്ലാ ഹാദൽ യൗം ഇല്ലാ ഹാദൽ വഖ്ത്. ഈ നിസ്കാരത്തിൽ ഒഴികെ. ഈ നിസ്കാരത്തിൽ ഞാൻ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ റസൂലുള്ളാഹിന്റെ മറുപടി കേട്ടില്ല. ഫഖറർതു, അപ്പം ഞാൻ ആവർത്തിച്ചു. അതാജാബലി ഫകമ്മൽതു തശഹദ്. എന്നിട്ടാ ഞാൻ പൂർത്തിയാക്കി. എനിക്ക് വിട്ടുപോരാൻ കഴിയില്ല. എന്തേ? ഇന്ന് ഞാൻ വുളൂഇലെ സുന്നത്തിനെ സൂക്ഷിച്ചില്ല, ധൃതിയില വുളൂ എടുത്ത്. അതുകൊണ്ടായിരിക്കാം. മനസ്സിലായില്ല? സുബ്ഹാനല്ലാഹ്. ഞാൻ എല്ലാ സുന്നത്തും എടുത്തിട്ടല്ലാതെ വുളൂ എടുക്കാറില്ല. ഇന്ന് ഞാൻ ധൃതി കാരണം എന്തിൽ ഉണ്ടായില്ല, സുന്നത്ത് പൂർത്തിയാക്കി എടുത്തില്ല. അതുകൊണ്ടായിരിക്കും നബി മറുപടി അറിയുന്നത്. പിന്നെ ഞാൻ അവിടെ തന്നെ ഇരുന്നു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് മറുപടി കിട്ടിയില്ല. പിന്നെ ഞാൻ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു പറഞ്ഞു. പിന്നെ ഞാൻ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു പറഞ്ഞു. ഹത്താ റദ്ദ അലയ്യ സലാമുഹു. മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സലാമിനെ എനിക്ക് മടക്കുന്നത് വരെ വഅലൈക്കസ്സലാം എന്ന് മദീനയിൽ നിന്ന് മുസ്തഫ റസൂലുള്ളാഹ് എൻ്റെ നാട്ടിലേക്ക് പറയുന്നത് ഞാൻ കേൾക്കുന്നത് വരെയും ഫഖറർതു സലാമ അലാ റസൂലില്ലാഹ്. ഞാൻ ഹബീബാ നബിയുടെ മേൽ എന്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ഞാൻ മരിച്ചാലും ഞാൻ നിസ്കാരം നിർത്തൂലായിരുന്നു. എനിക്ക് റസൂലുള്ളാഹ് മടക്കിയിട്ടില്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ മരിക്കും. എനിക്ക് പോകാൻ കഴിയില്ല. ഇതിപ്പോൾ എന്താ ബന്ധം? നമ്മൾ അസ്സലാമു അലൈക അയ്യുഹൻ നബി പറഞ്ഞ് അറിയുന്നുണ്ടോ? ഇന്നിപ്പോൾ നമ്മൾ അസ്സലാമു അലൈക അയ്യുഹൻ നബി ചുരുങ്ങിയത് ഒരു വട്ടെങ്കിലും പറഞ്ഞിട്ട് പറയാം. സുന്നത്ത് സ്കെച്ചിലേക്ക് പറന്ന് മാത്രമേ സ്കെച്ചുള്ളെങ്കിലും ഒരു വട്ടം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പറയും കുട്ടികളെ അസ്സലാമു അലൈക അയ്യുഹൻ നബി പറഞ്ഞിട്ടുണ്ടോ? അത് എനിക്ക് ഓർമ്മ ഉണ്ടോ? അത് കർമ്മമാണ്. നമുക്ക് സ്വർഗം കിട്ടണം. അപ്പം നമ്മളെ ലാഭം എന്താണ്? സ്വർഗം. അത് എല്ലാവരെയും ലാഭം സ്വർഗം.